ടൈലർ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് മാസ്റ്റേഴ്സോ ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് പ്രഷർ ഫൂട്ടിൻ്റെ ബാക്കിൽ ക്ലോത്തിനെ ഇങ്ങനെ തള്ളവിരൽ കൊണ്ട് പിടിച്ച് ഹോൾഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ? ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെന്തിനാണ് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നതെന്നാണ് ആദ്യമൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ചെറിയ കാര്യം നമ്മുടെ സ്റ്റിച്ചിങ്ങിന് വലിയ ഇമ്പാക്റ്റാണ് കൊടുക്കുക എന്നുള്ളത് പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളതും ഇത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സ്റ്റിച്ചിങ്ങിൽ പെർഫെക്ഷനും ഫിനിഷിങ്ങും ആണല്ലോ നമുക്ക് ഏറ്റവും ആവശ്യം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഈ ഫിനിഷിങ്ങിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാൻ ഇവിടെ ഒരു പീസ് ക്ലോത്ത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, വെറുതെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം, അത്ര തന്നെ. നമുക്ക് ആദ്യം നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി, അതിന് ശേഷം വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കി. ഈ എത്ര ഇഞ്ച് മടക്കുന്നു എന്നുള്ളതിൽ വലിയ കാര്യമില്ല കേട്ടോ. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ രീതിയിൽ മടക്കി തയ്ക്കുവാണ്. അപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് മെഷീൻ്റെ പ്രഷർ ഫൂട്ടിലും പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്ലോത്തിലും ആയിരിക്കുമല്ലോ. ബാക്കിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കാറില്ല, കാരണം ഓൾറെഡി തയ്ച്ചു പോയ ഭാഗമാണല്ലോ അവിടെ നമ്മൾ എന്തിനാണ് ശ്രദ്ധിക്കുക എന്ന് ഓർത്തിട്ട് നമ്മൾ ബാക്കിലേക്ക് ശ്രദ്ധിക്കാറില്ല. അപ്പം നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള പോലെ ലോക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം അതൊക്കെ നല്ല ശ്രദ്ധിച്ചൊക്കെ തന്നെ ആയിരിക്കും. ഒരു ചുളിവോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ മടക്കി അടിക്കുവാണേ. ചിലപ്പോഴൊക്കെ ബിഗിനേഴ്സ് ആയിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ചിലപ്പോൾ പ്രസ് ചെയ്ത് വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വരാത്ത രീതിയിൽ അയൺ ചെയ്ത് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. എന്നാൽ പോലും ഇനി വരാൻ പോകുന്ന പ്രശ്നം നമ്മൾ ചിലപ്പോൾ നേരിടേണ്ടി വരും. അങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് ശ്രദ്ധിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ആ ഫോൾഡ് വരുന്നിടം, തയ്യൽ വരുന്നിടമല്ല, അതിൻ്റെ അപ്പുറവശം കണ്ടോ, ചുളിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ? ഒരുമാതിരി മടക്ക് പോലെ വരുന്നു, അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ടില്ല, എന്തൊക്കെയോ ഒരു അപാകത പോലെ അല്ലേ, ഒരു ചുളിവ്. ഞാനും നിങ്ങളും ഒക്കെ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ എത്രയോ ശ്രദ്ധിച്ചാണ് തയ്ച്ചത്, എന്നിട്ടും എന്താണ് ഇങ്ങനെ എന്നുള്ളതല്ലേ. അപ്പോൾ എത്രയൊക്കെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും കാര്യമില്ല, നമ്മളിനി ചെയ്യാൻ പോകുന്നൊരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ വരും. അപ്പോൾ അതെന്താണെന്നുള്ളത് കാണാം. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്ന പോലൊക്കെ തന്നെ ഫോൾഡ് ചെയ്യുക, ലോക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ടേക്ക് തയ്ച്ച് വരുമല്ലോ. പ്രഷർ ഫൂട്ടിൻ്റെ ഇപ്പുറത്തേക്ക് ആ ക്ലോത്ത് വന്ന് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ നമ്മുടെ തള്ളവിരൽ യൂസ് ചെയ്തിട്ട് ഈ ബാക്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുക. വലിച്ചു വിടണം എന്നല്ല ഞാൻ പറയുന്നത്, പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണണം. ഞാനിങ്ങനെ പിടിച്ച് വലിക്കുകയല്ല ചെയ്യുന്നത്, ജസ്റ്റ് ആ ക്ലോത്ത് പോകുന്ന മുറയ്ക്ക് തന്നെ ഞാൻ ആ തള്ളവിരൽ കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എത്രത്തോളം അത് മൂവ് ചെയ്യാൻ പറ്റുന്നോ അത് മൂവ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പ്രഷർ ഫൂട്ടിൻ്റെ അടുത്തേക്ക് വീണ്ടും തള്ളവിരൽ കൊണ്ടുവന്ന് വീണ്ടും ഈ പ്രൊസീജിയർ ഇത് തീരുന്നിടം വരേക്കും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം? ഒന്ന് സ്ലിറ്റ് തയ്ക്കുന്ന സമയത്ത്, പിന്നെ ഇതുപോലെ എവിടെയെല്ലാം നമ്മൾ മടക്കി അടിക്കുന്നോ അവിടെയെല്ലാം നമുക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്ലിറ്റ് തയ്ക്കുന്ന സമയത്ത്, സ്ലിറ്റ് ടോപ്പിൻ്റെ ബോട്ടം മടക്കി അടിക്കുന്ന സമയത്ത്, സ്ലീവ് മടക്കി അടിക്കുന്ന സമയത്ത്, അങ്ങനെ എവിടെയെല്ലാം മടക്കി അടിക്കുന്നോ അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഈ പീസ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ചെറിയ വേരിയേഷൻ മനസ്സിലാവുന്നുണ്ടോ? മുന്നത്തെ പോലത്തെ ചുളിവ് ഇവിടെ ഇല്ല. ഇനി ഇത് നമ്മളൊന്ന് പ്രസ്സും കൂടെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ. മുന്നേ നമ്മൾ തയ്ച്ചെടുത്തത് നമ്മൾ പ്രസ് ചെയ്തെന്ന് പറഞ്ഞാൽ കൂടെയും ആ ചുളിവ് ഉൾപ്പെടെയാണ് പ്രസ്സായി പോകുന്നത്. അതുകൊണ്ട് നല്ല ഫിനിഷിങ് നമുക്ക് അതിനകത്തൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതേസമയത്ത് ഇത് പ്രസ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഈവനായിട്ട് കിട്ടും. നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ചൊന്ന് വെച്ച് നോക്കാം. ഈ താഴെ ഇരിക്കുന്നതാണ് ഞാൻ മറ്റേ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതും, മുകളിലിരിക്കുന്നത് നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ തയ്ച്ചെടുത്തതുമാണ്. അപ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള കണ്ടൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരയ്ക്കും ടാറ്റാ.